കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അതായത് ഈ ഒരു സൃഷ്ടിയിൽ 3 കാര്യങ്ങളാണ് ശാശ്വതമായിട്ടുള്ളത്. 1 പ്രകൃതി, 2 പരമാത്മ, 3 പുരുഷൻ. പുരുഷനർത്ഥം ആത്മ എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ട് എറ്റേണലായിട്ട് നിൽക്കുന്ന 2 ശക്തി ആണ്, ഒന്ന് പ്രകൃതിയും മറ്റൊന്ന് പരമാത്മാവും. അതേ സമയത്ത് നമ്മൾ മനുഷ്യരിലേക്ക് വരുമ്പോൾ പുരുഷനർത്ഥം നമ്മൾ ഓരോരുത്തരും ഒരു ഊർജമാണ്, ആത്മാവാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണെങ്കിലും ഇതെപ്പോഴും നമ്മൾ മറക്കുന്ന സത്യവും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ്നെസ് നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഉറക്കമുണ്ടായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ടയർഡ്നെസ് ഫീൽ ആകുന്നത്. നോക്കൂ, ഡയറക്റ്റ് ഒന്ന് പ്രകൃതിയായിട്ടുള്ള കണക്ഷൻ ഉണ്ട് നമുക്ക്, അതുപോലെ പരമാത്മ ശക്തിയായിട്ടുള്ള കണക്ഷൻ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് മനസ്സ് എവിടെയെങ്കിലും ഇടറിപ്പോകുമ്പോൾ, മനസ്സ് പ്രയാസത്തിൽ പെടുമ്പോൾ, മനസ്സിനൊരു വേദന അഥവാ ദുഃഖം ഫീലാകുമ്പോൾ ഉടനെ നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചു പോകാറുണ്ട്. കാരണം എപ്പോഴും സദാ എന്ന് നമുക്ക് പറയാൻ പറ്റും. സദാ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന, സദാ എറ്റേണൽ ആയിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ സ്രോതസ്സാണ് ഈശ്വരൻ. അത് തന്നെയാണ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റുക. ഈ പ്രകൃതിയെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിൽ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ നെഗറ്റീവ് കാണാനോ നമുക്കൊരിക്കലും സാധിക്കുകയില്ല.